ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ട് ഇന്ത്യ എന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇസ്രായേല് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് മുളയിലെ നുള്ളിക്കളയുമായിരുന്നു എന്നൊരു റിപ്പോർട്ട് നമ്മൾ പണ്ട് മാധ്യമങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അതായത് 1980-കളിലാണ്, ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. അന്ന് ഇസ്രായേൽ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്, എയർബേസ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളുടെ എയർബേസ് കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ബോംബിടാം, അങ്ങനെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം മുളയെ നുള്ളിക്കളയാം. പക്ഷേ ഇന്ത്യ അതിന് സമ്മതിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട്. പല കാരണങ്ങളും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാരണം അറിയത്തില്ല. ഇന്ത്യ സമ്മതിച്ചില്ല, ഇന്ത്യ അതിന് അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് ആ ഒരു മിഷൻ നടന്നില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാവുന്നൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ അധികമാണ്. അമേരിക്ക അവരുടെ സർവ്വവിധ സന്നാഹങ്ങളും മിഡിൽ ഈസ്റ്റ് റീജിയനെ കേന്ദ്രീകരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2003 ഇറാഖിനെ ആക്രമിക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തതിനേക്കാളും ഏറ്റവും വലിയൊരു ബിൽഡപ്പാണ് ഏകദേശം ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവഴിച്ചുകൊണ്ട് ഈ മിലിറ്ററി ബിൽഡപ്പ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, പ്രതീക്ഷിക്കുകയല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരുപക്ഷെ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഇറാനുമായിട്ട് ഏത് സമയവും ഉണ്ടാകാം എന്നാണ്. കാരണം അതിനെയൊക്കെ കാര്യങ്ങൾ ട്രംപ് പറയുന്നത്, ഇപ്പം ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ന്യൂക്ലിയർ മിസൈൽ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്നാണ്. വളരെ മോശം ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സേനാവിന്യാസം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേല് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് നമുക്ക് പൊതുവെയുള്ള വിശകലനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഇങ്ങനൊരു ഇറാന്റെ ഭാഗത്തുനിന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഇറാന് നേരെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ മാത്രമായിരിക്കത്തില്ല ഇറാൻ ആക്രമിക്കുന്നത്, അത് റീജിയണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് അത് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ബേസ് എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ഞങ്ങൾ ആക്രമിക്കും. സൗദിയിലെങ്കിൽ സൗദി, യു എയിലെങ്കിൽ യു എയിൽ, ഖത്തറിലെങ്കിൽ ഖത്തർ, ബഹ്റിന്, ഈവൻ ഇറാഖിലും ഒക്കെ തന്നെ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഇതെല്ലാം ഇറാൻ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു റീജിയണൽ കോൺഫ്ലിക്റ്റ് അടുത്ത് മാറാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, റീജിയണൽ കോൺഫ്ലിക്റ്റ് അടുത്ത് മാറും എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചുള്ള കൗണ്ടർ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഓൾറെഡി 3 രാജ്യങ്ങൾക്ക് ഇത് വളരെയധികം ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ടർക്കി, പാകിസ്ഥാന്, സൗദി അറേബ്യ. സൗദി അറേബ്യ നമ്മൾ തൽക്കാലം അതിനകത്ത് നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാലും ടർക്കിയും പാകിസ്ഥാനും നല്ല വിശ്വാസമുണ്ട്, ഒരുപക്ഷെ ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ പറഞ്ഞ 2 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അതിനുശേഷം മറ്റൊരു രാജ്യമായിരിക്കും. അതിന് ഇസ്രായേലിന് കുറേ കാര്യങ്ങൾ, കുറേ റീസൺസും പറയാനുണ്ട്. കാരണം എന്തായാലും നമ്മൾ പറഞ്ഞു, ഈ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നിലയ്ക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി അവിടെ സമാധാനം ഉണ്ടായാലും ഇറാനുമായിട്ട് യുദ്ധം ഏതെങ്കിലും രീതിയിൽ തൽക്കാലം യുദ്ധം ഇല്ലാതെ അവിടെ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു, എന്താണ് പറയുന്നത്, ഇരു രാജ്യങ്ങളും തമ്മിൽ ചില സമവായത്തിലെത്തുവോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും പക്ഷേ അവിടെ യുദ്ധം എന്നേക്കുമായി നിൽക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്ന അവരുടെ ലാർജർ സ്ട്രാറ്റജിക്
ലക്ഷ്യത്തിലേക്ക് ഇതുവരെ അവർ പകുതി വഴിക്ക് പോലും ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് യുദ്ധം ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അറബ് വേൾഡിലെ അല്ലെങ്കിൽ മുസ്ലിം വേൾഡിലെ അടുത്ത ടാർഗറ്റ് ഇസ്രായേലിൻ്റെ ആരായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമുള്ള കാര്യം. ടർക്കിക്കും പാകിസ്ഥാനും വളരെ അധികം ആശങ്കയും സംശയമുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം എവരിലേക്ക് ആയിരിക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഈ പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള മിലിറ്ററി പ്രതിരോധ കരാറുകളും ടർക്കിനകത്തിൽ കൂടുതൽ ടർക്കിയും സൗദിയും പാകിസ്ഥാനും ഒക്കെ തന്നെ കൂടുതൽ ഇസ്ലാമിക് നേറ്റോ ഉണ്ടാക്കാൻ പോകുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് നേറ്റോ വേണമെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിനകത്തിൽ താല്പര്യം കാണിക്കുന്നത് പറഞ്ഞാൽ. ആ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് സമീപ ഭാവിയിലോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ടാർഗറ്റിങ്ങിനെ പേടിച്ചാണ് ഭയന്നാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളിലൂടെ പറയാൻ പറ്റും. അതായത് ഇസ്രായേലിൻ്റെ നേരത്തെയുള്ളൊരു പ്രധാനമന്ത്രി നഫ്റ്റാലി ബെനറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഒരു പുതിയ ആക്സിസ് അല്ലെങ്കിൽ ധ്രുവം ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം വേൾഡിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായി വരികയാണ് ഇസ്രായേലിനെതിരെ എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ടർക്കി, ഖത്തർ, മുസ്ലിം ബ്രദർഹുഡ്, പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ ആംസ് ഉള്ള ആയുധമുള്ള പാകിസ്ഥാൻ. അപ്പോൾ ടർക്കിയും ഖത്തറും പാകിസ്ഥാനും. അപ്പോൾ ഈ ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ടതിന് ശേഷമാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്ന് എന്താണ് പറയുന്നത്, അവർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. എന്നുവെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ബേസ് ഖത്തറിൽ ഉണ്ടായിട്ടും അമേരിക്കയുടെ എല്ലാവിധ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടും ഇസ്രായേൽ ഖത്തറിൽ ബോംബിടാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴൊന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഖത്തറിനൊന്നും ലഭിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണ് സൗദി, ടർക്കി, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ എന്താണ് പറയുന്നത് ഒന്നുകൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടർക്കിയും ഖത്തറും, ഈ പറഞ്ഞ മുസ്ലിം ബ്രദർഹുഡ്, അതിന് പ്രത്യേകിച്ച് വലിയ സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യമാണ് ഖത്തറും ടർക്കി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പാകിസ്ഥാൻ അവരോടൊപ്പം ഉണ്ട്. ടർക്കിയായിട്ട് ഏറ്റവും അടുത്ത് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പം ഈ നഫ്റ്റാലി ബെനറ്റ് പറയുന്നത് ഈ പറഞ്ഞൊരു ആക്സിസ് അല്ലെങ്കിൽ ധ്രുവം ഇസ്രായേലിനെതിരെയുള്ള ഒരു ചേരിയായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ചേരി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിസ് ഓഫ് ഈ പറഞ്ഞ അവരുടെ എന്താണത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പ്രതിരോധ സഖ്യം അല്ലെങ്കിൽ സൈനിക സഖ്യം ഒക്കെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ശത്രുത കണക്കിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഇസ്രായേലിൻ്റെ ഈ പ്രധാനമന്ത്രി, നേരത്തെയുള്ള പ്രധാനമന്ത്രി പറയുന്നത്. ഇതിനകത്തിലെ സത്യവും മിഥ്യയൊക്കെ നമുക്ക് അവിടെ നിൽക്കാം. കാരണം ജിയോ പൊളിറ്റിക്സിൽ നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പിന്നെ നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമാണ്. അപ്പോൾ ഇദ്ദേഹം അമേരിക്കയിൽ ഒരു ജൂയിഷ് ഓർഗനൈസേഷൻ്റെ കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ്, അമേരിക്കയിലല്ല, ജെറുസലേമിൽ വെച്ച് അമേരിക്കൻ ജൂയിഷ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ജൂയിഷ് ഓർഗനൈസേഷൻസിൻ്റെ എല്ലാം പ്രസിഡന്റുമാരെ ഒരു കോൺഫറൻസിൽ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ടർക്കിയാണ് പ്രധാനപ്പെട്ട ഒരു ത്രെട്ടായിട്ട്, ഇസ്രായേലിൻ്റെ ത്രെട്ടായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ടർക്കിയും പാകിസ്ഥാനും സൗദിയും കൂടെ ഒക്കെ തന്നെ കൂടുതലായിട്ട്, അതായത് ഈജിപ്തും ഉണ്ട് അവരുടെ സഖ്യത്തിനകത്തിലേക്ക് വരുവാൻ. അതുപോലെ ഖത്തർ, അതായത് UAE ഒഴിച്ച് ബാക്കിയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ, UAE ഇപ്പം ഇസ്രായേലിൻ്റെ സൈഡ് ആയതുകൊണ്ട് UAE ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ സഖ്യം ചേരാനും, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഖത്തറിൽ ബോംബിട്ടതിന് ശേഷം അവർക്ക് മനസ്സിലായി അവരെ ഇസ്രായേൽ വളരെ പിന്നെ ഷോർട്ട് ടൈമിലില്ലെങ്കിൽ തന്നെ മീഡിയം ടു ലോങ് ടൈമിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ വൺ ബൈ വൺ ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത. ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അമേരിക്ക ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത്, വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ടർക്കിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രെട്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഈ ജൂയിഷ് കോൺഫറൻസിൽ അല്ലെങ്കിൽ ജൂയിഷ് ഓർഗനൈസേഷൻ്റെ കോൺഫറൻസിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നുള്ള, കാരണം നമുക്കറിയാം അമേരിക്കൻ ഭരണ സംവിധാനത്തിലും ഭരണകൂടത്തിലും ഒക്കെ തന്നെ ഈ ജൂയിഷ് ലോബി എത്രത്തോളം ശക്തമാണെന്നും അവർക്ക് അമേരിക്കൻ
ഭരണകൂടത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നും അവർ വിചാരിക്കുന്ന രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുന്നൊക്കെ ഉള്ള നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഒരു നിസ്സാര കാര്യമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ഇതിന് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഈ ബെനറ്റിന്റെ കോൺഫറൻസിൽ അവരെടുത്തു പറഞ്ഞത് ടർക്കിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ടർക്കിയുടെ പ്രസിഡന്റായിട്ടുള്ള എർഡോഗാനെ കുറിച്ചാണ്. എർഡോഗാൻ ഏറ്റവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പിന്നെ അഡ്വേഴ്സറി അല്ലെങ്കിൽ എതിരാളിയായിട്ടാണ് അവർ ആ കോൺഫറൻസിൽ, എന്നുവെച്ചാൽ ഇസ്രായേലിനെ എൻസർക്കിൾ ചെയ്ത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി എർഡോഗാൻ നേതൃത്വം കൊടുക്കുന്ന ടർക്കിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ടർക്കി ആയിരിക്കാനാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അവരുടെ ഇസ്രായേലിന്റെ ടാർഗറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമല്ല, എർഡോഗാനെതിരെ നമുക്കറിയാം ഹമാസ്, അതുപോലെ തന്നെ പിന്നെ ഹമാസിന്റെ പേരന്റ് ഓർഗനൈസേഷനുള്ള മുസ്ലിം ബ്രദർഹുഡ് എല്ലാം ടർക്കിയിലൊക്കെ തന്നെ എർഡോഗാൻ വന്നതിന് ശേഷം ഭയങ്കര സ്വാധീനവും ടർക്കി എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവിടെ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് ആകാനുള്ള ഏറ്റവും ഈ എലിജിബിലിറ്റി ഉള്ളത് ടർക്കിക്കാണെന്നുള്ള കാര്യമാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ടർക്കിയെ മാത്രമല്ല, പാകിസ്ഥാന് 80കളിലെ പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്താണല്ലോ ഇസ്രായേൽ എന്ന് പറഞ്ഞാലും. അതുകൊണ്ടാണല്ലോ 80കളിൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചത്. അന്നൊന്നും ഈ രാജ്യങ്ങളെ ഒന്നും തീർച്ചയായിട്ടും, അന്ന് ഇസ്രായേലും പിന്നെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ ഇതുപോലുള്ള ഇറാനായിട്ടൊന്നും ഇത്രയും രൂക്ഷമായുള്ള കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇസ്രായേൽ പലസ്തീനിൽ മാത്രമായിട്ട് ഒരു അവരുടെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ഒരു ഡോമിനൻസ് കാണിച്ചിട്ടുണ്ട്. നിയർ ബൈ ആയിട്ടുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും തന്നെ അവർ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്ന രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും ഇസ്രായേലിന്റെ നേതൃത്വത്തിലൊന്നും അവിടെ ഇല്ലായിരുന്നു. പണ്ട് 6 ഡേ വാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ യുദ്ധം കഴിഞ്ഞ് അതോടുകൂടി നിന്നു. പിന്നെ ഇസ്രായേൽ ഗോളൻ ഹൈറ്റ്സും അതുപോലുള്ള കുറെ സ്ഥലങ്ങളൊക്കെ അവർ പിടിച്ച് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇറാൻ ഇറാന്റെ വഴിക്ക് ഹെസ്ബുള്ളയെയും പിന്നെ ഈ അതുപോലുള്ള അവരുടെ പ്രോക്സീസിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരികയാണ്. പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പ്രശ്നങ്ങൾ രൂക്ഷമായത് ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ടാണ് ഇത്രയും നമുക്ക് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട്, അപ്പോൾ അതിനു മുമ്പേ പാകിസ്ഥാനെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കണം. 1980കളിൽ എന്നുവെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, ഇന്ദിരാഗാന്ധി മരണപ്പെടുന്ന 1984ലാണ്. അതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് ഇസ്രായേൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഇന്ത്യ എന്തോ കാരണം കൊണ്ട് അതിനെ വേണ്ട എന്നുള്ളൊരു പിന്നെ എന്താണ് സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് അറിയാം പാകിസ്ഥാൻ അതിനുശേഷം ന്യൂക്ലിയർ ബോംബ് അവരുണ്ടാക്കി. അതിനുശേഷം അത് വെച്ചിട്ട് നമ്മളെ ദശാബ്ദങ്ങളായിട്ട് എന്താണ് പറയുന്നത്, നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ഈ വളരെ അടുത്ത സമയത്ത് നമ്മുടെ സമീപനത്തിലുണ്ടായ ചില മാറ്റങ്ങൾ മാത്രമാണ് അതിന് ഒരു എന്താണ് വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ അതിന് പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ദശാബ്ദ കാലങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ അവർ ആ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് നമ്മളെ എന്താണ് പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പണ്ട് ഇസ്രായേലിന്റെ ആ ഒരു തീരുമാനത്തോടെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട്, കാരണം പണ്ട് ഇസ്രായേൽ ഇറാഖിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇതുപോലെ തന്നെ സദാം ഹുസൈൻ അവിടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഒരു പ്രിഎംപ്റ്റീവ് ഒരു പ്രകോപനമില്ലാതെ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതാണ് പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതും 1980കളിലായിരുന്നു. എന്നുവെച്ചാൽ അവരും അതുപോലെ തന്നെ അതും സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒക്കെ തന്നെ അപ്പം തന്നെ അതിനെ ബോംബിട്ട് നശിപ്പിച്ച്. പിന്നെ ഇറാഖ് അതിനുശേഷം അവർ ഈ പറഞ്ഞ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിട്ടേ ഇല്ല. അപ്പം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയത്ത് എടുക്കാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യം അനുഭവിക്കുന്നത്. അത് ഇസ്രായേലിനെ പോലുള്ള രാജ്യം, നമുക്ക് അന്ന് ഇസ്രായേലുമായിട്ട് ഇന്നത്തെ പോലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെങ്കിൽ തന്നെയും ഇസ്രായേൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എയർബേസ് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യം അവരെയേക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോ പറയുകയും ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ കോൺഫറൻസിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിനുള്ള ഭീഷണിയെക്കുറിച്ചും പറയുന്നുണ്ട്. പാകിസ്ഥാന് ന്യൂക്ലിയർ ബോംബുണ്ട്. ആകെയുള്ള ന്യൂക്ലിയർ ബോംബുള്ള ഒരു ഇസ്ലാമിക് നേഷനാണ് പാകിസ്ഥാൻ. അതിന്റെ വലുപ്പത്തിലാണ് പാകിസ്ഥാൻ എല്ലാവരും നടക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ ബോർഡറിൽ ഈ എക്സ്ട്രീമിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ മിലിറ്റൻസി ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഈ രാജ്യങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് ഇസ്രായേൽ കാണുന്നതും ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ ഒരു കോൺഫറൻസിൽ അത് അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ പിന്നെ
കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം മുസ്ലിം ബ്രദർഹുഡ് വളരെ ശക്തമാണ്, വളരെ ഡെഡ്ലിയാണ്, വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതെല്ലാം നേതൃത്വം കൊടുക്കുന്ന ടർക്കിയാണെന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനും ടർക്കിയോടൊപ്പം നിന്നുകൊണ്ട് ഈ പറഞ്ഞ പരിപാടികൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ട് ടർക്കിയെ ഈ കോൺഫറൻസിൽ അല്ലെങ്കിൽ ഇസ്രായേൽ പുതിയ ഇറാനായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന്റെ കാര്യം ഇവര് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അടുത്തത് ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യമാണ് ടർക്കിയും പാകിസ്ഥാനും. ടർക്കിയുടെ കാര്യം നമുക്കറിയില്ല. ടർക്കി പാകിസ്ഥാനെ വളരെ ആക്റ്റീവായിട്ട് സഹായിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, ചൈന കഴിഞ്ഞാൽ അടുത്ത അവർക്ക് ഏറ്റവും കൂടുതൽ സൈനികരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കുന്ന ടർക്കിയാണ്. പക്ഷേ പാകിസ്ഥാനെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. അത് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ അത് ചെയ്തോളും. ഇന്നല്ലെങ്കിൽ അടുത്ത വരുന്ന കാലഘട്ടത്തിൽ, സമീപഭാവിയിൽ, ഷോർട്ട് ടൈമിൽ ഇല്ലായിരിക്കും, പക്ഷേ മീഡിയം ടു ലോങ് ടൈമിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം എന്നുള്ളത്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബിനെ ഇസ്ലാമിക് ന്യൂക്ലിയർ ബോംബ് എന്നല്ല വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യത്ത് ആദ്യമായി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയ ഒരു രാജ്യം എന്ന പ്രൗഢിയിലാണല്ലോ പാകിസ്ഥാൻ എല്ലായിടത്തും ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ സമീപിക്കുകയും നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം, ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബിന്റെ സഹായം നിങ്ങൾക്ക് തരാം, മറ്റൊരു രാജ്യം നിങ്ങളെ ആക്രമിക്കത്തില്ല എന്നൊക്കെയുള്ള വീമ്പിളക്കിയിട്ടാണല്ലോ പാകിസ്ഥാൻ ഈ പറഞ്ഞ സൗദിയുടെ അടുത്തും. നമുക്ക് കഴിഞ്ഞ അടുത്തിടയ്ക്ക് റിപ്പോർട്ടുകൾ ആം, വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം സൗദി പാകിസ്ഥാന് വെറുതെ ഈ സഹായങ്ങൾ കൊടുക്കുകയായിരുന്നില്ല. കാരണം സൗദിക്ക് വേണ്ടി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സൗദി കൊടുത്ത ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം എന്നും പറഞ്ഞൊരു റിപ്പോർട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബ്, അതായത് ഇസ്ലാമിക് ന്യൂക്ലിയർ ബോംബ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വേൾഡിലെ അല്ലെങ്കിൽ മുസ്ലിം ഏം, ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ഒരേ ഒരു രാജ്യമാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള. നമുക്കറിയാം പാകിസ്ഥാൻ എങ്ങനെയാണ് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയെന്ന് നമുക്കറിയാം. കട്ടുമോട്ടിച്ചും ബെഗ് ചെയ്തും ഒക്കെ തന്നെയാണ്, ചൈനയുടെ സഹായത്തോടു കൂടി ഒക്കെ തന്നെയാണ്. ഈവൻ അമേരിക്കയൊക്കെ തന്നെ അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം സൗദിക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അമേരിക്കയിൽ അത് ഒരിക്കലും അത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഈ പാകിസ്ഥാൻ, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ഇപ്പം ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണ്, പക്ഷേ ഇന്ത്യ ആരെയും വിരട്ടാറില്ല. ചൈന ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണ്, പക്ഷേ ചൈന ആരെയും ന്യൂക്ലിയർ വെപ്പൺസ് കാണിച്ച് വിരട്ടാറില്ല. ഈവൻ തായ്വാനെ പോലും അവരുടെ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇല്ലേ, തായ്വാനോടൊന്നും പറയാറില്ല ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ എന്നൊക്കെ ഒന്നും ചൈനയും പറയാറില്ല. പക്ഷേ പാകിസ്ഥാൻ മാത്രമേ ഈ പറഞ്ഞൊരു പരിപാടിക്ക് മുതിർന്നിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പണി പാലും വെള്ളത്തിൽ കിട്ടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും. അപ്പോൾ ഈ ഇസ്ലാമിക് നേറ്റോ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ത്രെട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിനകത്തിൽ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ടർക്കി, ഈ മൂന്ന് രാജ്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ട. ഇറാൻ ഒഴിച്ച്, ഇറാൻ ഈ ഷിയ വിഭാഗത്തിലായതുകൊണ്ട് അവരുമായിട്ട് കൂട്ടുചേർന്ന് പോകത്തില്ലെന്നറിയാം. അപ്പോൾ സുന്നി വിഭാഗത്തിലായതുകൊണ്ട് ഈ സുന്നി ആക്സിസ്, ആ ഈ സുന്നി വിഭാഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളും പാകിസ്ഥാനും സൗദി അറേബ്യയും ടർക്കിയാണ്. ഈജിപ്റ്റ് ഉണ്ട്, ജോർദനും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ ഈജിപ്തിനകത്തിൽ സാധ്യതയുണ്ട്, കാരണം അവരോടൊപ്പം ചേരാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ പ്രധാനമായിട്ടും പാകിസ്ഥാനും ടർക്കിയും സൗദി അറേബ്യയാണ് ഇപ്പോൾ ഇതിനകത്തിലെ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഹീറ്റ്, പിന്നെ ചൂടറിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കിതിനകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇസ്ലാമിക് നേറ്റോ എന്ന് പറയുന്നത്, ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഭീഷണിയാണ്, അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിന് വിഷയമല്ല, അതെല്ലാം വെട്ടിപ്പൊളിച്ച് കൈ കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ ഈ നേറ്റോ സ്റ്റൈലുള്ള ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിരോധ സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂയിഷ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എവർക്കെതിരെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്, അവരുടെ നിലനിൽപ്പിന് ഭയങ്കര അധികം ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളെ വൺ ബൈ വൺ ആയിട്ട് ഇസ്രായേൽ പിന്നെ ബാൾക്കനൈസ് ചെയ്യുകയോ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഇസ്രായേൽ കാണുന്നത്. ഈ പറഞ്ഞ തന്നെ 80-കളിൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇന്ത്യ അതിനെ വിസമ്മതിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പരിപാടി നടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലെ, അല്ലെങ്കിൽ ഇസ്രായേൽ വേഴ്സസ് അറബ് ഇസ്ലാമിക് നേഷൻസ്, ആ ജിയോ പൊളിറ്റിക്സിൽ ഇനിയും നമുക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച്
എന്താണ് പറയുന്നത്, ഇത് മിഷൻ ഇപ്പം ഇറാൻ്റെ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ തന്നെയും മിഷൻ എന്താണ് പറയുന്നത്, നോട്ട് അക്കംപ്ലീഷൻ എന്നാണ്. മിഷൻ തീർന്നിട്ടില്ല, മിഷൻ പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ മിഷൻ ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു, ഇസ്രായേലിനെ ചലഞ്ച് ചെയ്യാൻ പരുവത്തിലുള്ള ഒരു രാജ്യവും പവർഫുള്ളായിട്ട് അറബ് വേൾഡിലും മുസ്ലിം വേൾഡിലും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളെയും വൺ ബൈ വൺ ആയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ബാൾക്കനൈസ് ചെയ്യുകയും ഫ്രാഗ്മെന്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അടുത്ത ഇസ്രായേലിന്റെ ടാർഗറ്റ് ടർക്കിയും പാകിസ്ഥാനും ആയിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.